നമ്മുടെ അയിനൂസ് ഉച്ചയുറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ചില നേരത്തെ ഒരു മൂശാട്ട സ്വഭാവമാണ് കേട്ടോ. നഴ്സറി പോകുമ്പോൾ എനിക്ക് ആ ഒരു കുഴപ്പം വരാറില്ല. പക്ഷെ അവൾ ലീവ് എടുത്തിരിക്കുമ്പോൾ ഭയങ്കര മൂശാട്ട സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ അവളൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല അടവും ഇറക്കും. പിന്നെ ഡാൻസായി കളിയായി അതിലൊന്നും ഓക്കെ ആക്കാണ്ടായപ്പോഴത്തേക്ക് ഉമ്മതേ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചിനെ പുന്നാരിച്ചൊക്കെ ചെയ്ത് വീണ്ടും ആളിങ്ങനെ മൂശാട്ട സ്വഭാവം കാണിച്ചപ്പോൾ വീണ്ടും ഞാനിത് ആ സ്റ്റെപ്പൊക്കെ കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ കളിക്കാത്ത സ്റ്റെപ്പ് എടുത്ത് കളിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉമ്മ ഒരു പാത്രം എനിക്ക് ചേളപ്പിക്കാൻ തന്നിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കട്ടിയുണ്ടോ കനമുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും അയിനൂസ് ഇതേ ഡ്രസ്സൊക്കെ മാറിയിട്ട് വീട്ടിലോട്ട് പോകാനുള്ള പുറപ്പാടിൽ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അയിനൂസിന് മുടി ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം മുടിയൊക്കെ കെട്ടി ഞാൻ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളാണെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് തീരുമാനം എടുക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ കാട്ടായങ്ങളൊക്കെ. അങ്ങനെ അവൾക്ക് രണ്ട് സൈഡിലും മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അപ്പോഴത്തേക്ക് ഞാനൊരു വിധമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് നിറയെ വെള്ളം കൂടി എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നാത്തോനും കൊച്ചും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ടൈറോസിനും നമ്മുടെ അൻസിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് ഓണ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അവർ ഓഫീസിൽ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എറോസിനും ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. അയിനൂസിന് പനി വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ എറോസ് കയറി വന്നിട്ട് തന്നെ എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ കുറച്ച് നേരം മടിയിൽ ഇരുത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അയിനൂസിന് കുശുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളും വന്ന് അടുത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെ കൂടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടോ നമ്മുടെ എറൂസ് ഒറ്റക്കൊക്കെ ചെരുപ്പ് ഊരുന്നുണ്ടേ. ആൾക്ക് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് പനി ഇപ്പോൾ 2 ദിവസമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ മഞ്ഞുകാലമൊക്കെ അല്ലേ. അങ്ങനെ അവൾക്ക് മരുന്നൊക്കെ കൊടുത്ത് അവളെ ഒരു സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അയിനൂസിൻ്റെ ചെരുപ്പ് പൊട്ടിയപ്പോൾ ഉമ്മ ഫെവിക്കൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പിള്ളേർക്ക് പ്രേതപ്പടം വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുവർ പറഞ്ഞിട്ടാണ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരത് കണ്ടുകൊണ്ടിരുന്നോളൂ. പിന്നെ ഉമ്മതയോടെ ചായ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടി ഇഷ്ടപ്പെടലേക്ക്.